പപ്പാച്ചീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പപ്പാച്ചീസ് കിച്ചണിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് പപ്പാച്ചീസ് കിച്ചണിൽ പപ്പാച്ചി സ്പെഷ്യലായിട്ട് നമ്മൾ പാചകം ചെയ്യാൻ പഠിപ്പിക്കുന്നത് ബീഫ് മപ്പാസാണ്. അപ്പോൾ ഇതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മളിവിടെ 1 കിലോയോളം ബീഫ് നമ്മൾ നുറുക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം, ബീഫ് മപ്പാസ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ സ്പെഷ്യൽ രീതിയിലാണ് ബീഫ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് കാണാം, ഏകദേശം ഈ ഷേപ്പിലാണ് നമ്മൾ ബീഫ് കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഏകദേശം അതിൻ്റെ തിക്നെസ് നമുക്കിവിടെ കാണാവുന്നതാണ്. അപ്പോൾ എല്ലാവരും അത് ശ്രദ്ധിച്ച് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇതിനോടൊപ്പം തന്നെ ആവശ്യമായിട്ടുള്ള മറ്റു സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മളിവിടെ 2 ഉരുളക്കിഴങ്ങ്, 2 തക്കാളി, ഒരു 3 സവാള നമ്മൾ ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് ഏകദേശം ഇത്രയും വലിപ്പമുള്ള ഇഞ്ചി നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വയ്ക്കുക, ഒരു 8 അല്ലി വെളുത്തുള്ളി, ഒരു തണ്ട് വേപ്പില, പിന്നെ ഒരു മുറി തേങ്ങ ചിരണ്ടിയത്. അതോടൊപ്പം തന്നെ നമുക്കറിയാം, നമുക്ക് ബീഫിൽ അതിന് വേവുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളം മീറ്റിൽ തന്നെയുണ്ട്. പക്ഷെ നമുക്ക് കുറച്ച് വെള്ളം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ 1 ഗ്ലാസ് വെള്ളം അതിന് വേണ്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ആവശ്യാനുസരണം മാത്രം വെള്ളം ചേർത്താൽ മതി. അതോടൊപ്പം തന്നെ ഇതിനാവശ്യമായിട്ടുള്ള മറ്റു പൊടികളെന്ന് പറയുന്നത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, നമുക്ക് കുറച്ച് ഗരം മസാല ആവശ്യം വരും. അതോടൊപ്പം തന്നെ കടുക്, ഉപ്പ്, പാചകം ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എണ്ണ. ഇനി നമ്മുടെ ബീഫ് മപ്പാസ് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്നുള്ളത് നമുക്കിനി കാണാവുന്നതാണ്. ഓക്കെ, ബീഫ് മപ്പാസ് നമ്മൾ ഉണ്ടാക്കാനായിട്ട് ആവശ്യമായിട്ടുള്ള കുക്കർ, നമ്മൾ വേവിക്കാൻ ആവശ്യമായിട്ടുള്ള കുക്കർ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമുക്ക് ഇറച്ചി മാറ്റാം. ഇതിനകത്തേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി നമുക്ക് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി നമുക്ക് ഇതിനകത്തേക്ക് ചേർക്കാം. അതോടൊപ്പം തന്നെ 1 ടേബിൾ സ്പൂണോളം ഉപ്പ് നമുക്ക് ഇതിനകത്തേക്ക് ചേർക്കാവുന്നതാണ്. ഇത് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന വെള്ളം നമ്മൾ ഇതിനകത്തേക്ക് ചേർക്കുകയാണ്. ഇതൊന്ന് നമ്മൾ നന്നായിട്ടൊന്ന് തിരുമ്പുക. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കിട്ടുന്നതിന് വേണ്ടി നമ്മൾ തിരുമ്മിയിട്ട് നമ്മളതൊന്ന് വേവിക്കാനായിട്ട് നമ്മൾ സ്റ്റൗവിലേക്ക് വെക്കുക. ഇപ്പോൾ നമ്മൾ മപ്പാസ് നമ്മൾ കുക്കറിനകത്ത് വേവിച്ചെടുക്കുകയാണ്. ഏകദേശം 1 വിസിലോളം, അല്ല ബാജി, 1 വിസിൽ, ഒറ്റ വിസിൽ അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇത് വെന്ത് കിട്ടുന്നതായിരിക്കും. ഇപ്പോൾ അതൊന്ന് 1 വിസിലടിക്കുന്നതിന് വേണ്ടി നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇതിൻ്റെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്, നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന, അതായത് 1 മുറി തേങ്ങയാണ് നമ്മളിവിടെ എടുത്തു വെച്ചിരിക്കുന്നത്. അത് നമ്മൾ മിക്സിക്കകത്ത് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അരച്ചെടുക്കുമ്പോൾ നമ്മൾ ഇത് അരച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള ചൂടുവെള്ളം മാത്രം ചേർത്ത് നമ്മളിതൊന്ന് അരച്ചെടുക്കും. അതിനുശേഷം നമ്മൾ ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, അത് മല്ലിപ്പൊടി, മുളക് പൊടി, അതോടൊപ്പം തന്നെ കുറച്ച് ഗരം മസാലയും ചേർത്ത് ഒന്നും കൂടി ചേർത്ത് നമ്മൾ മിക്സിക്കകത്ത് ഒന്നും കൂടി ഒന്ന് കറക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിത് ആദ്യം നമ്മൾ തേങ്ങ മാത്രം നമുക്കൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇപ്പം നമുക്ക് കാണാം, നമ്മൾ അരച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള ചൂടുവെള്ളം ചേർത്ത് നമ്മളത് മിക്സിക്കകത്ത് അരച്ചെടുക്കാൻ പോവുകയാണ്. ഇപ്പോൾ നമ്മൾ മിക്സിക്കകത്ത് തേങ്ങ വെള്ളം ചേർത്ത് അരച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് കാണാം, ഇതിൻ്റെ നമ്മൾ വെള്ളം ചേർത്ത് അരച്ചെടുക്കേണ്ട ഏകദേശം കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഈ രീതിയിലാണ്. അപ്പോൾ നമ്മളത് അതനുസരിച്ച് ശ്രദ്ധിച്ച് നമ്മളത് അരച്ചെടുക്കുക. ഇതിനകത്തേക്ക് നമ്മൾ മുറുക്കി വെച്ചിരിക്കുന്ന വെളുത്തുള്ളി നമുക്ക് ഇതിനകത്തേക്ക് ചേർക്കാവുന്നതാണ്. ഒരു 1.5 ടേബിൾ സ്പൂണോളം മുളക് പൊടി, ഒരു 1.5 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂണോളം ഗരം മസാല. അപ്പം നമ്മൾ ഇതെല്ലാം ചേർത്ത് നമ്മളിത് ഒന്നും കൂടി നമ്മൾ മിക്സിക്കകത്ത് നിന്ന് മിക്സ് ആകുന്നതിനോട് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഇതിന് എല്ലാം മിക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് അപ്പോൾ നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കാം, നമ്മുടെ ബീഫിൻ്റെ വിസിൽ നമ്മളവിടെ അടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഏകദേശം ഈ രൂപത്തിലാണ് കിട്ടുന്നത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് ഈ കൺസിസ്റ്റൻസിയിൽ നിങ്ങൾ അരച്ചെടുക്കുക. ബീഫ് മപ്പാസ് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള ചീഞ്ചട്ടി നമ്മളിവിടെ ചൂടായിട്ടുള്ളതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്.
ചൂടായ എണ്ണയിലേക്ക് നമുക്കൊന്ന് കടുക് പൊട്ടിച്ചെടുക്കാം. അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള നമ്മൾ കടുക് പൊട്ടിയതിന് ശേഷം ഇതിനകത്തേക്ക് ചേർക്കുകയാണ്. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന വരെ നമുക്ക് ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിനകത്തേക്ക് നമ്മൾ ഒരു തണ്ട് വേപ്പില കൂടി നമ്മൾ ചേർക്കുകയാണ്. ഇപ്പം നമ്മളുടെ സവാള ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. നമുക്കിതിനകത്ത് കുറച്ച് സവാള നമ്മൾ മാറ്റി വയ്ക്കുകയാണ്. ഏറ്റവും അവസാനം നമുക്ക് താളിക്കുന്നത് പോലെ കറി റെഡിയായി കഴിയുമ്പോൾ നമുക്ക് മുകളിലേക്ക് ഇടുന്നതിന് വേണ്ടിയിട്ട് ബാക്കിയുള്ള സവാളയിലേക്ക് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്നത് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. നമ്മൾ സിമ്മിലേക്ക് ആക്കിയതിന് ശേഷം നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അരപ്പ് അടിച്ചു പിടിക്കാതിരിക്കുന്നതിന് വേണ്ടി നമ്മൾ ചെറിയ തീയിലേക്ക് മാറ്റിയതിന് ശേഷം നമുക്കൊന്ന് മിക്സ് ചെയ്യാതെ നമ്മളുടെ അരപ്പ് നമ്മൾ കണ്ടു സവാളയും ചേർത്ത് നമ്മൾ ചൂടാക്കിക്കൊണ്ടിരിക്കുകയാണ്. നന്നായിട്ട് അതൊന്ന് മൂത്ത് കിടണം, കാരണം അതിൻ്റെ ആ ഒരു പച്ചച്ചുവ വരാൻ പാടില്ല. അപ്പോൾ അത് വരുന്നതിനായിട്ട് നമ്മളതിൻ്റെ നന്നായിട്ടൊന്ന് ഇത് ചൂടാവണം. അപ്പോൾ നമ്മൾ ഒരു ഗ്ലാസ്സോളം വെള്ളം നമുക്ക് ആ മിക്സിക്കകത്ത് തന്നെ അരപ്പ് പോകാതെ കിട്ടുന്നതിന് നമുക്ക് അതിനകത്ത് തന്നെ ഒഴിച്ച് ഇതിനകത്തേക്ക് മാറ്റാവുന്നതാണ്. ഏകദേശം ഒരു ഗ്ലാസ് വെള്ളം നമ്മളിതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യുക. നമുക്ക് വേണം നമ്മൾ അരപ്പിടുമ്പോൾ പ്രത്യേകം ആദ്യം ശ്രദ്ധിക്കുക, വെള്ളം ഒഴിക്കുന്നതിന് മുമ്പ് അരപ്പ് നന്നായിട്ടൊന്ന് ചൂടായതിന് ശേഷം മാത്രമേ വെള്ളം ഒഴിക്കുക. അപ്പോൾ അതിൻ്റെ ഒരു പച്ച ചുവ നമ്മളതിന് മാറിക്കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുന്നത്. ഇപ്പോൾ നമ്മളുടെ കുക്കറിൽ ഒരു വിസിലടിച്ച് നമ്മൾ ബീഫ് നമ്മളിവിടെ വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരു വിസിലേ അടിക്കുന്നുള്ളൂ, കാരണം നമ്മളുടെ വേവ് പൂർണ്ണമായിട്ടില്ല. കാരണം ഇതിനകത്തേക്ക് നമ്മൾ അരപ്പ് ചേർക്കുന്നു, അതോടൊപ്പം തന്നെ ഉരുളക്കിഴങ്ങ് ചേർക്കുമ്പോൾ ഉരുളക്കിഴങ്ങ് വേവിച്ചിട്ടില്ല. അപ്പോൾ ഇതിനകത്ത് കിടന്ന് ഉരുളക്കിഴങ്ങ് വേവാനായിട്ടുള്ള സമയം, അതോടൊപ്പം തന്നെ അരപ്പ് നമ്മൾ മിക്സ് ചെയ്ത് കഴിയുമ്പോൾ അതിനകത്തേക്ക് കിടന്ന് വേവുമ്പോഴാണ് അതിൻ്റേതായ ആ രുചി നമുക്ക് പൂർണ്ണമായിട്ട് കിട്ടുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു വിസിലടിച്ച് നമ്മൾ ബീഫിൻ്റെ വേവ് ഒരു പകുതി രീതിയിലേ ആയിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ എല്ലാവരും ശ്രദ്ധിച്ചത് ചെയ്യുക. നമ്മളിപ്പോൾ ഈ അരപ്പ് നമ്മൾ ഈ കുക്കറിനകത്തേക്ക് മാറ്റുകയാണ്. നമ്മൾ 1 ലിറ്ററിൻ്റെ കപ്പിൽ നമ്മൾ വെള്ളം കൂടി നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പം നമ്മൾ ചേർക്കുമ്പോൾ നമുക്ക് ഈ ചീച്ചട്ടിയിലുള്ള അരപ്പ് പോകാതിരിക്കുന്നതിന് വേണ്ടി അതിനകത്ത് തന്നെ നമ്മൾ മിക്സ് ചെയ്തിട്ട് നമുക്ക് അരപ്പ് കളയാതെ നമുക്ക് ഇതിനകത്തേക്ക് മാറ്റാവുന്നതാണ്. നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് കൂടി നമുക്ക് ഇതിനകത്തേക്ക് മാറ്റാവുന്നതാണ്. പപ്പാച്ചി മുന്നേ സൂചിപ്പിച്ചതുപോലെ നമ്മളുടെ ബീഫ് പകുതി വേവേ ആയിട്ടുള്ളൂ. ഉരുളക്കിഴങ്ങ് നമ്മൾ ഇതിനകത്ത് കിടന്നാണ് വേവുന്നത്. അപ്പോൾ അതിന് വേണ്ട സമയവും അതോടൊപ്പം തന്നെ നമ്മൾ ചേർത്തിരിക്കുന്ന അരപ്പിൽ കിടന്ന് വേവുമ്പോൾ കിട്ടുന്ന ടേസ്റ്റും ആ പൂർണ്ണ രൂപത്തിൽ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു വിസിലടിച്ച് ബീഫ് ആദ്യം വേവിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ഒരു 15 മിനിറ്റോളം നമ്മളിതെല്ലാം മിക്സ് ചെയ്ത് ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ 15 മിനിറ്റോളം നമ്മൾ ഇതൊന്ന് വേവിക്കുകയാണ്. അപ്പോൾ നമുക്ക് അതിന് ശേഷം നമുക്കൊന്ന് വേവ് നോക്കാം. ഇപ്പോൾ ഏകദേശം റെഡി ആവുന്ന സമയമാണ് 15 മിനിറ്റ്. പക്ഷേ ഓരോ സ്ഥലത്തും ബീഫിൻ്റെ വേവ്, ഓരോ ഉപയോഗിക്കുന്ന ബീഫ് അനുസരിച്ച് നമ്മളുടെ ബീഫിൻ്റെ വേവ് വ്യത്യാസം വരും. അപ്പോൾ നമ്മൾ അതനുസരിച്ചിട്ട് നമ്മൾ വേവിച്ചെടുക്കുക. ഒരു ഏകദേശം ഒരു 15 മിനിറ്റിന് ശേഷം നമുക്കിത് നോക്കാം. നമുക്കിതിനകത്തേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി നമുക്ക് ചേർക്കാവുന്നതാണ്. അപ്പോൾ നമ്മളുടെ ബീഫ് മപ്പാസ് ഇവിടെ ഏകദേശം റെഡിയാണ്. അവസാനം നമ്മൾ ഇത് താളിച്ചിടുക എന്നുള്ള സ്റ്റെപ്പ് മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ നമുക്കറിയാം, നമ്മൾ താളിച്ചത് നമ്മൾ കുറച്ച് സവാള നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തേക്ക് ഇതൊന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളുടെ ബീഫ് മപ്പാസ്, ടേസ്റ്റി ആയിട്ടുള്ള പപ്പാച്ചിയുടെ ഒരു സ്പെഷ്യൽ വിഭവമായ ബീഫ് മപ്പാസ് ഇവിടെ റെഡിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവർക്കും ഷെയർ ചെയ്യുക. നിങ്ങൾ ട്രൈ ചെയ്തതിന് ശേഷം തീർച്ചയായിട്ടും നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റിൽ രേഖപ്പെടുത്തുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. അടുത്ത വട്ടം അടുത്ത സ്പെഷ്യലുമായി
പപ്പാച്ചീസ് കിച്ചണിൽ കാണുന്നത് വരെ ഗുഡ് ബൈ.